കൂടെ പുറത്തിറക്കും. തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ പിന്തുണച്ച് ബി.ജെ.പി. ദേശീയ സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് 65 വർഷമായ ഒരു വിഭാഗം അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പറയാൻ ആ സമുദായത്തിന് അവകാശമുണ്ട്. വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തെ വർഗീയവൽക്കരിക്കാനാണ് വി.ഡി. സതീശനും യു.ഡി.എഫും ശ്രമിക്കുന്നതെന്നും പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. SNDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന അത് നടത്താൻ അദ്ദേഹത്തിന് അർഹതയുണ്ട്, അവകാശമുണ്ട്. ഒരു വലിയ സമൂഹം വിദ്യാഭ്യാസ മേഖലയില്, വ്യാവസായിക മേഖലയില്, മറ്റെല്ലാ മേഖലയിലും 65 വർഷക്കാലം അവഗണന നേരിടുന്നുണ്ടെങ്കിൽ, അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ട്, UDF-നുണ്ട്, വി.ഡി. സതീശനുണ്ട്. ഞങ്ങൾ ഈ സാമുദായിക നേതാക്കന്മാർ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണം അത് ശരിയാണ്, ഉന്നയിക്കുന്നതിൽ യാതൊരു തെറ്റില്ല, അത് അടിസ്ഥാനപരമാണെന്ന അഭിപ്രായമാണ് NDA-ക്കുള്ളത്. കണ്ണൂരിൽ യുവതിയുടെ ദൃശ്യങ്ങൾ മോർഫ് ചെയ്ത് വ്യാജ നഗ്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. തലശ്ശേരി കയ്യാത്ത് സ്വദേശി റിസ്വാനാണ് അറസ്റ്റിലായത്. മോർഫ് ചെയ്ത ചിത്രങ്ങൾ പരാതിക്കാരിയുടെ നഗ്ന ചിത്രങ്ങൾ എന്ന വ്യാജേനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ട യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇയാളുടെ ഫോൺ പോലീസിന് പിടിച്ചെടുത്തു. സമാനമായ രീതിയിൽ ഇയാൾ നിരവധി സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങളാക്കി പ്രചരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതായും വിവരമുണ്ട്. പ്രതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ചതിൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം. കൊല്ലം കമ്മീഷൻ ഓഫീസിലേക്ക് KSU മാർച്ച് നടത്തി. കലോത്സവത്തിനിടയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധം KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.